Hi guys, Assalamu alaikum. This is Biju Fahima here. Welcome back to my channel. നമ്മൾ മലയാളികളുടെ ഇഷ്ട ഭക്ഷണമാണ് കപ്പ അല്ലെങ്കിൽ മരച്ചീനി. കപ്പനെ കൊണ്ട് പല വെറൈറ്റീസും ഉണ്ടാക്കാൻ പറ്റും. അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഒരു ട്രഡീഷണൽ ടച്ച് ഉള്ളതും തിന്നാൻ അതിലും ടേസ്റ്റുള്ള ഹെൽത്തിയർ ആയിട്ടുള്ള കപ്പ കാച്ചിയതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് കണ്ട് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. കപ്പ കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ കപ്പ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച കപ്പ ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വെള്ളം ഊറ്റിയെടുക്കണം. ഇൻ കേസ് കപ്പ കയ്പുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് കപ്പ മാത്രമാണ് ആഡ് ചെയ്തത്, ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇനി ഊറ്റിയെടുത്ത ഈ കപ്പ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. കപ്പയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കപ്പ വെന്ത് വന്നാൽ അത് കാച്ചിയെടുക്കും, അതുകൊണ്ടാണ് ഇതിന് കപ്പ കാച്ചിയത് എന്ന് പേര് വന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നാൽ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ പൊരിഞ്ഞു വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്യാം. അത് നന്നായിട്ട് സോട്ട് ചെയ്ത് മിക്സ് ആയാൽ വേവിച്ചെടുത്ത കപ്പയും കൂടി ഇട്ട് എല്ലാ ഭാഗവും മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കപ്പ കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ് വാച്ചിങ്. താങ്ക് യു.